സംസ്ഥാനത്ത് ഇന്ന് പരക്കെ വേനൽ മഴയ്ക്ക് സാധ്യത. ഇന്ന് മുഴുവൻ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. നാളെ മുതൽ മധ്യ തെക്കൻ ജില്ലകളിലാണ് നേരിയ മഴയ്ക്ക് സാധ്യതയുള്ളത്. കൂടാതെ മിക്ക ജില്ലകളിലും ഉയർന്ന താപനില മുന്നറിയിപ്പുള്ളതിനാൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചുട്ടുപൊള്ളി കേരളം. പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ഉഷ്ണതരംഗം വീശിയടിക്കുന്നു. ജനങ്ങൾക്ക് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും അധികൃതർ നൽകുന്നുണ്ട്. കാരണം കേരളത്തിലെ ഉഷ്ണതരംഗം തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ചൂടിനൽപ്പം ആശ്വാസമാകുന്ന വേനൽ മഴ വൈകുന്നത് എന്തുകൊണ്ടാണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. കർണാടകയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എതിർ ചുഴലിക്കാറ്റാണ് ഇതിനുള്ള കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതൊരു ഹൈ പ്രഷർ ഏരിയ ആയതുകൊണ്ട് തന്നെ ആ മേഖലയിലെ വായുവിനെ സമീപ പ്രദേശങ്ങളിലേക്ക് തള്ളും. കർണാടക, മഹാരാഷ്ട്ര മേഖലകളിൽ ഇപ്പോൾ ഉഷ്ണതരംഗം വീശിയടിക്കുകയാണ്. അതിനാലാണ് ഇപ്പോൾ ചൂടുള്ള വായു കേരളത്തിലേക്കും എത്തുന്നത്. കർണാടക, മഹാരാഷ്ട്ര അതിർത്തിക്ക് മുകളിലായി അന്തരീക്ഷത്തിന്റെ താഴ്ന്ന മധ്യ ഉയരങ്ങളിലാണ് എതിർചുഴലി സ്ഥിതി ചെയ്യുന്നത്. ഇത് കേരളത്തിൽ സ്വാഭാവികമായും ഈ സമയം ലഭിക്കേണ്ട മഴയുടെ അളവ് ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത്. കർണാടകയ്ക്ക് മുകളിൽ മഹാരാഷ്ട്രയോട് ചേർന്ന് സമുദ്രനിരപ്പിൽ നിന്ന് 3.1 കിലോമീറ്റർ 5.8 കിലോമീറ്റർ ഉയരത്തിലായാണ് ആന്റി സൈക്ലോൺ സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാടിനും കർണാടകയ്ക്കും മുകളിലായി ചക്രവാത ചുഴികളും ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. കൂടാതെ തെക്ക് കിഴക്കൻ മധ്യപ്രദേശ് മുതൽ കന്യാകുമാരി കടൽ വരെ ഈ ന്യൂനമർദ്ദപാത്തിയും നിലനിൽക്കുന്നുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. മഴയ്ക്ക് അനുകൂലമായുള്ളൊരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോഴുള്ളത്. എന്നാൽ എതിർചുഴലി പോലുള്ള പ്രതിഭാസങ്ങൾ മഴയ്ക്ക് പ്രതികൂലമായി നിൽക്കുകയാണ്. അതേസമയം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് സംസ്ഥാനത്ത് വേനൽ മഴയും ഉയർന്ന താപനില തുടരുമെന്ന് തന്നെയാണ്. ഇന്ന് കേരളത്തിൽ മുഴുവൻ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴ ലഭിക്കാനാണ് സാധ്യത. നാളെ മുതൽ മധ്യ തെക്കൻ ജില്ലകളിലാണ് നേരിയ മഴയ്ക്കുള്ള മുന്നറിയിപ്പുള്ളത്. ഈ ജില്ലകളിലെല്ലാം ഗ്രീൻ അലർട്ടും പ്രഖ്യാപിച്ചു. അതേസമയം 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട്. യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. വയനാട്, ഇടുക്കി ജില്ലകൾ ഒഴികെ മറ്റെല്ലായിടങ്ങളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.